എൻ്റെ ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ധൈര്യം കിട്ടാൻ ബൈബിളിൽ തന്നെയുള്ള ഒരു വചനം നോക്കാം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൻ്റെ ബി പാർട്ടാണ്. അതിങ്ങനെയാണ്: അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഈശോ നമുക്ക് അവസാനമായിട്ട് തന്നൊരു ജോലിയുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 15-ാം വാക്യം: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. പക്ഷേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പോലും ഈശോയെപ്പറ്റി പറയാൻ മടിയാണ്. നമ്മൾ മറ്റെന്തിനെ പറ്റിയും സംസാരിക്കും, സാരിയെ പറ്റിയോ സിനിമയെ പറ്റിയോ. പക്ഷേ ഈശോയെപ്പറ്റി പറയാൻ ഒരു ധൈര്യക്കുറവ്, ഒരു നാണക്കേട്. അപ്പോൾ ആ ചമ്മലൊക്കെ മാറിയിട്ട് നല്ല തൊലിക്കട്ടി കിട്ടി ഈശോയെപ്പറ്റി പറയാൻ ഈ വചനം നമുക്ക് പിന്നെയും പറഞ്ഞ് കാണാതെ പഠിക്കാം. ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ആമേൻ.